നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ജീവിതം സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു രണ്ടാം വീടാണ്. എന്നാൽ ദുബായിലും അബുദാബിയിലും അടക്കം UAE ഈ സുരക്ഷിതത്വം നിലനിർത്തണമെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ചെറിയൊരു പിഴവ് പോലും കനത്ത പിഴകളിലേക്കും നിയമ നടപടികളിലേക്കും ഒരുപക്ഷെ നാടുകടത്തലിലേക്കുമൊക്കെ നയിച്ചേക്കാം. സൈബർ ഇടത്തിലെ പെരുമാറ്റം മുതൽ പൊതുസ്ഥലങ്ങളിലെ മര്യാദകൾ വരെ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് ഓരോ പ്രവാസിയും അതീവ ബോധവാന്മാരായിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. ഈ വിഷയത്തിൽ UAE നൽകുന്ന മുന്നറിയിപ്പുകളും ഒരു പ്രവാസി ശ്രദ്ധിക്കേണ്ട നിർണായക നിയമങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കണം. നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് കനത്ത നിയമ നടപടികളിലേക്ക് നയിച്ചേക്കാം. അതായത് 2026 ലോകം കാലെടുത്ത് വെക്കുമ്പോൾ ദുബായിലെയും അബുദാബിയിലെയും പ്രവാസികൾ അവരവരുടെ ജീവിത രീതിയിലും ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു സൂചന പോലും തരാതെ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും ചിലപ്പോൾ പിഴ ചുമത്തപ്പെട്ടേക്കാം. ഓരോ പ്രവാസിയും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. UAE സൈബർ നിയമങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ചെയ്യുന്ന ചെറിയൊരു പിഴവ് പോലും ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമായേക്കാം. അതിനാൽ ഒരു കാരണവശാലും ആരെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. ഇത് ക്രിമിനൽ കുറ്റമായിട്ടാണ് UAE കണക്കാക്കുന്നത്. കൂടാതെ രാജ്യത്തിനെതിരെയോ ഭരണാധികാരികൾക്ക് എതിരെയോ ഉള്ള വിമർശനങ്ങൾ, കിംവദന്തികൾ, വ്യാജ വാർത്തകൾ എന്നിവയിൽ ഒരു കാരണവശാലും ഭാഗമാകാൻ നിൽക്കരുത്. നിങ്ങളുടെ ഫോണിൽ ഒരു ചെറിയ സന്ദേശം പോലും വലിയൊരു തുക പിഴയായി നൽകേണ്ടി വരാം. അതിനാൽ പൊതുസ്ഥലങ്ങളിൽ മറ്റൊരാളെ രഹസ്യമായി ചിത്രീകരിക്കുന്നതും കുറ്റകരമാണ്. മറ്റു രാജ്യങ്ങളെ പോലെയല്ല UAE. ഇവിടുത്തെ സംസ്കാരവും നിയമങ്ങളും മാന്യമായ പൊതുപെരുമാറ്റത്തിന് പ്രാധാന്യം നൽകുന്നതാണ്. പൊതുസ്ഥലങ്ങളിൽ അമിതമായ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് ഇവിടെ കുറ്റമാണ്. അതുപോലെ തന്നെയാണ് ഷോപ്പിംഗ് മാളുകളിലും സർക്കാർ ഓഫീസുകളിലുമുള്ള വസ്ത്രധാരണ രീതിയിൽ. ഇവിടെ ചെറിയവരെന്നോ മുതിർന്നവരെന്നോ എന്നൊന്നും ഇല്ല. എല്ലാവരും മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം. കൂടാതെ വിശുദ്ധ റംദാൻ മാസങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, പുകവലിക്കുക എന്നിവയും പൂർണ്ണമായി ഒഴിവാക്കണം. മറ്റൊന്ന് ഗതാഗത ലംഘനത്തെ കുറിച്ചാണ്. വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ UAE സർക്കാർ സീറോ ടോളറൻസ് നയമാണ് എക്കാലവും സ്വീകരിച്ചു വരുന്നത്. അതിനാൽ ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും നിങ്ങളുടെ ലൈസൻസ് വരെ റദ്ദാക്കിയേക്കാം. അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കാര്യത്തിലും കനത്ത ശിക്ഷ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു തുള്ളി മദ്യം പോലും UAE അനുവദനീയമല്ല. കൂടാതെ നടു റോഡിൽ മറ്റ് ഡ്രൈവർമാരോടോ കാൽനട യാത്രക്കാരോടോ മോശമായ ആംഗ്യങ്ങൾ കാണിക്കുന്നത് കടുത്ത പിഴയ്ക്കും ജയിൽ ശിക്ഷയ്ക്കും കാരണമാകും. അതിനാൽ വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുന്നത് ഒരു ട്രാഫിക് നിയമം മാത്രമല്ല, അത് വലിയ പിഴയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുക കൂടി ചെയ്യും. ഇനി നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ UAE നിരോധിച്ചതോ അല്ലെങ്കിൽ നിയന്ത്രിത വിഭാഗത്തിൽ പെട്ടതോ ആണെങ്കിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഔദ്യോഗിക കുറിപ്പും മറ്റു രേഖകളുമെല്ലാം നിർബന്ധമായും കൈവശം വെച്ചിരിക്കണം. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം UAE നൽകിയിരുന്നതാണ്. ഇത് നിയമപരമായ നടപടികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു രേഖ കൂടിയാണെന്ന് മറക്കാതിരിക്കുക. അതേസമയം നിയമപരമായ ഈ പിഴകൾക്ക് പുറമെ 2026 UAE സാമ്പത്തിക നിയമങ്ങളും എല്ലാ പ്രവാസികളും പ്രത്യേകം അറിഞ്ഞിരിക്കണം. ചെക്കുകൾ മടങ്ങുന്നത് മുൻപ് ക്രിമിനൽ കുറ്റമായിരുന്നെങ്കിലും നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്. എങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് വലിയ പിഴകൾ ഉറപ്പാണ്. ഈ കാര്യങ്ങൾ ഓർക്കുന്നത് വലിയ പിഴകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ചുരുക്കത്തിൽ UAE നിയമസംഹിത നിയന്ത്രണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളവയല്ല, മറിച്ച് രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും അവിടെ താമസിക്കുന്ന ഓരോ വ്യക്തിയുടെയും സുരക്ഷയെയും പരിരക്ഷയെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് അപ്പുറം കർശനമായ സൈബർ നിയമങ്ങൾ, മാന്യമായ പൊതുപെരുമാറ്റം, ഗതാഗത നിയമങ്ങൾ തുടങ്ങിയവ പാലിക്കാൻ ഓരോ പ്രവാസിയും ഇവിടെ ബാധ്യസ്ഥരാണ്. അറിഞ്ഞുകൊണ്ട് നിയമം ലംഘിച്ചാലും അറിയാതെ പിഴകൾ വരുത്തിയാലും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കനത്ത പിഴകളിലേക്കും തുടർ നടപടികളിലേക്കും നയിച്ചേക്കാവുന്ന അശ്രദ്ധയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിയമങ്ങൾ പാലിക്കുക എന്നത് ഓരോ പ്രവാസിയുടെയും ഉത്തരവാദിത്തമാണ്. ശ്രദ്ധയോടെയുള്ള ഓരോ ചുവടുവെപ്പും മാത്രമേ UAE നിങ്ങളുടെ പ്രവാസി ജീവിതം സുരക്ഷിതവും സന്തോഷകരമാക്കി മാറ്റുകയുള്ളൂ എന്നോർത്തോളൂ.